ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ജോഷി സാറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് നമുക്ക് കേൾക്കാൻ പോകുന്നത്. സമന്വയത്തിന്റെ വീണക്കമ്പികൾ, മൈ ലൈഫ് ആൻഡ് മൈ ലേണിംഗ്. ഇതിന്റെ 12ാമത്തെ ഭാഗമായി നമുക്ക് ചുറ്റും സമന്വയിക്കേണ്ട തലങ്ങളെക്കുറിച്ചും എങ്ങനെ ആ സമന്വയത്തിൽ ഏർപ്പെടാമെന്നൊക്കെ വളരെ വിശദമായി ജോഷി സാറോട് നമുക്ക് കേൾക്കാം. നമ്മളെല്ലാവരെയും പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോടുകൂടി പ്രിയപ്പെട്ട കാവാലത്തുകാരൻ ജോഷി സാറിനെയും ഞാൻ ക്ഷണിക്കുന്നു. ജോഷി സാർ, യു ആർ വെൽക്കം. വെരി ഗുഡ്. എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. താങ്ക് യു സർ. വളരെ സന്തോഷകരമായ ഒരു ദിവസം കൂടി നമുക്ക് ജീവിക്കാനായിട്ട് ലഭിച്ചു. സന്തോഷകരമായ ഒരു നല്ല സുദിനം. ആ ദിനത്തിന്റെ ഏതാണ്ട് നല്ല പങ്കം കഴിഞ്ഞു. ഇനിയൊരു 4-5 മണിക്കൂറേ ബാക്കിയുള്ളൂ. ആ ബാക്കി നിൽക്കുന്നതായ സമയം ഏറെ അനുഗ്രഹപ്രദമാക്കുവാൻ നമ്മൾ 7 മണി തൊട്ട് എല്ലാ ദിവസവും സമ്മേളിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ എടുക്കുന്ന ക്ലാസ്സിന് ഒരു പശ്ചാത്തലമുള്ളത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ഗ്രൂപ്പിൽ ഒരു ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി എന്ത് വിഷയം. അപ്പൊ വിഷയം കൃത്യം പറയുന്നില്ല, ഇഷ്ടമുള്ള വിഷയം എടുക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോഴത്തെ വേറൊരു ദുര്യോഗം അതാണ്. എടുക്കാൻ പോകുന്ന ആളിന് ഇഷ്ടമുള്ള വിഷയം എടുക്കുക എന്നുള്ളൊരു നിലയിലാണ്. അപ്പൊ ഈ വിളിക്കുന്നവർക്ക് പലപ്പോഴും ഒരു ഗോൾ അത്തരത്തിലുണ്ടാകുന്നില്ല എന്നുള്ള ഒരു പരിമിതി എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ കുറെ കൂടെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇഷ്ടമുള്ള വിഷയം എടുക്കുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. ഏതായാലും ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ കുറെ വിഷയങ്ങൾ പലപ്പോഴായിട്ട് നമ്മുടെ വിജയചിന്ത എന്ന് പറയുന്ന, ഞാൻ ഏതാണ്ട് 1025ഓളം ദിവസങ്ങൾ 25 എപ്പിസോഡായിട്ട് ആവർത്തനം വരാത്ത രീതിയിൽ വിവിധങ്ങളായ വിഷയങ്ങൾ, അതിൻ്റെ അകത്ത് ഞാനിപ്പോ ഈ നമ്മൾ സംസാരിച്ചു പോയ വിവിധ തരം ഹീലിംഗ് ചികിത്സാ രീതികൾ, ഇതിനെക്കുറിച്ചും എല്ലാം ഞാൻ പൊതുവാക്കില്ല. എനിക്ക് തോന്നുന്നൊരു 40ഓളം ചികിത്സാ രീതികൾ ഞാൻ കളക്ട് ചെയ്ത്, എല്ലാം ഞാൻ പഠിച്ചു ചെയ്തതല്ല, ഞാൻ കളക്ട് ചെയ്ത് അത്തരത്തിൽ ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ കുറെ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ആവർത്തനം ഇല്ലാത്തൊരു വിഷയം ഏതാണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു വിഷയമാണിത്. അതിന് കൊടുത്ത ഒരു പേരാണിത്, ഈ സമന്വയത്തിന്റെ വീണക്കമ്പികൾ. അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. ഏതായാലും അതിലൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചിന്തകൾ ഇതൊക്കെയാണ്. ഒന്ന്, വൈവിധ്യങ്ങളുടെ ലോകം. അതിൽ വൈവിധ്യത്തിന്റെ ഗുണം, അവിടെ തന്നെ രൂപപ്പെടുന്ന ഐക്യത്തിന്റെ ഗുണം, ഐക്യത്തിന്റെ ആവശ്യം, ഐക്യം നിലനിർത്താൻ നാം എന്ത് ചെയ്യണം, ഐക്യപ്പെടുത്തുന്ന ഘടകങ്ങൾ, ഇങ്ങനെ ചില ആശയങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നിട്ട് ഞാനത് ഒന്ന് കുറിച്ചു വെച്ച് തന്നെയാണ് കൊണ്ടുപോയത്. കാരണം അല്ലെങ്കിൽ ഇതൊന്നും ഈ പരുവത്തിന് ചിലപ്പോൾ നിന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഈ സമയത്തിന് നിന്നില്ലെങ്കിലോ എന്നൊക്കെ ഉള്ള ഒരു വിചാരത്തിൽ ഒരു 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 സ്കേമ തയ്യാറാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാനിതങ്ങോട്ട് അവതരിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചർച്ചയൊക്കെ ചെയ്തതിനെ പുഷ്ടിപ്പെടുത്തിയാൽ മതി. പിന്നെ ആർക്കെങ്കിലും പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഈ ഞാൻ തയ്യാറാക്കിയ നോട്ട് വേണമെങ്കിൽ എനിക്ക് ഈ സാബു സാർ ചെയ്യുന്നത് പോലെ ഈ നോട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെങ്കിലും ഒരു പ്രശ്നമില്ല. ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുന്നെങ്കിൽ അതിന് സന്തോഷമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ആരുടെയെങ്കിലും കയ്യിൽ പേപ്പറോ പേനയോ ഉണ്ടെങ്കിൽ ഉള്ളവർ, അല്ലെങ്കിൽ സ്ലൈറ്റോ കല്ല് പെൻസിലോ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു എക്സർസൈസോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഒരു താക്കോല് വരയ്ക്കുക.
ഒരു താക്കോൽ, ചാവി എന്ന് നമ്മൾ പറയുന്ന, അല്ലെ കീ എന്ന് പറയുന്ന, അല്ലെങ്കിൽ താക്കോൽ എന്ന് പറയുന്ന ആ സാധനം വരയ്ക്കുക. 2 മിനിറ്റ് കൊണ്ട് വരയ്ക്കുക. ഓക്കെ, കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞാൽ യെസ്, പിന്നെ സാബു സാറ് നല്ല സാമാന്യം ഭേദപ്പെട്ട വലിയ ഒരു ചാവി, വീടിന്റെ ചാവി വരച്ചു. രാജു സാറ് നിങ്ങൾ രണ്ടുപേരുടെ ഏകദേശം സമാനമായിരിക്കുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ലേനാൻ സാറും വരച്ചായിരിക്കും. സ്കൂട്ടറിന്റെ ചാവിയാണോ? കണ്ടില്ല. കണ്ടോ? ബാക്കിയുള്ളവർ കണ്ടോ? എനിക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല. സാറേ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരൂ. സ്കൂട്ടർ ചാവിയാണോ വീടിന്റെ ചാവിയാണോ? വീടിന്റെ ചാവി. വീടിന്റെ. ഓക്കെ, വീടിന്റെ. റോയ് സാർ, ഇതിന്റെ റോയ് സാറിനെ കൂടെ കാണുന്നുള്ളൂ കാഴ്ച. സാറേ ഞാൻ ഇപ്പൊ തുറന്നേ ഉള്ളൂ, ഓപ്പൺ ചെയ്തേ ഉള്ളൂ. ഞാൻ പുറത്തായിരുന്നു. ഒരു താക്കോല് വരയ്ക്കാനാണ് പറഞ്ഞത്. ഒരു താക്കോൽ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി. ഓക്കെ. ഇനി വേറെ വല്ലവരും ഉണ്ടോ? ഒരു എക്സർസൈസ് പറഞ്ഞുകൊണ്ട് ചിലപ്പോ ഇനി ഉള്ളവരും കൂടെ ഓപ്പൺ ചെയ്യത്തില്ലായിരിക്കും. ഓക്കെ, ഞാൻ ഈ ക്ലാസ്സിനെ 2 പാർട്ടായിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് കഴിയുമ്പോൾ എത്ര സമയമായെന്ന് നോക്കിയിട്ട് നമുക്ക് 2ാമത്തെ പാർട്ടിലേക്ക് പോകാം. അവിടെ കൊണ്ട് എത്തുന്നെങ്കിൽ അവിടെ കൊണ്ട് നിർത്താം. ഓക്കെ, റോയ് സാറിന്റെ വരച്ചൊന്ന് കാണിച്ചു തരൂ. വേറെ ആരാണ്ട് ഒരാളുടെ തല കൂടെ പൊങ്ങി വരുന്നുണ്ടല്ലോ. അതാരാ? ഓക്കെ ഓക്കെ, അത് കാണുന്നില്ല അങ്ങോട്ട്. ഇച്ചിരൂടെ പൊങ്ങിക്കോട്ടെ. കണ്ടു, അത് കണ്ടു. റോയ് സാറ് കാട്ടിയോ? ഇല്ല, ഞാൻ കാണിച്ചതല്ലേ സാർ കണ്ടേ? സാറിന്റെ ഇങ്ങ് വന്നില്ല. ബാറ്റിൽ വെച്ച് കാണിച്ചാൽ മതി. ഇല്ല, നേരെ അതിലേട്ട് ഇങ്ങനെ പിന്നെ പിടിച്ചാ മതി. ഫോണിലേക്കോ ഈ വെർച്വൽ സ്ക്രീൻ ഉള്ളതുകൊണ്ട് ചിലപ്പോ കാണാൻ പാടായി. ഓ, സാർ പറഞ്ഞാൽ മതി. എന്തിന്റെയാ വരച്ചെന്ന് പറഞ്ഞാൽ മതി. കാറിന്റെ ആണോ വീടിന്റെ ആണോ? ഞാൻ എന്റെ വീടിന്റെ താക്കോലാ വരച്ചത് സാറേ. വെരി ഗുഡ്. ഓക്കെ, ഏതായാലും കൊള്ളാം. ബഹുഭൂരിപക്ഷം പേരും ഈ വരച്ചത് 4-1-5 പേര് വരച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഏകദേശം വീടിന്റെ താക്കോല് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു താക്കോല് എന്നാണ് പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ല. പക്ഷെ എല്ലാവരുടെയും മനസ്സിലേക്ക് വീടിന്റെ താക്കോല് വന്നു. വീടിന്റെ താക്കോലാണെങ്കിൽ ഒരുപോലെ അല്ല താക്കോൽ ഇരിക്കുന്നത്. താക്കോല് തമ്മിൽ വ്യത്യാസമുണ്ട്, വ്യത്യസ്തമായ താക്കോലാണ്. പക്ഷേ എല്ലാത്തിനെയും പറയുന്ന പേര് താക്കോലെന്ന് തന്നെയാണ്. വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിൽ പറയുന്ന പേര് താക്കോലെന്ന് തന്നെയാണ്. ഇതാണ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു പ്രാഥമിക ചിന്ത. വ്യത്യാസങ്ങൾ ഇവിടെയുണ്ട്. ഇനി വേറെ കുറെ പേരുടെ ഒക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂട്ടറിന്റെ വരച്ചെന്നിരിക്കും, ബൈക്കിന്റെ വരച്ചെന്നിരിക്കും. വീടിന്റെ താക്കോല് തന്നെ പലതരത്തിലുള്ളതുണ്ട്. പക്ഷെ അവിടെ എല്ലാം നമുക്ക് കാണാം ഈ വൈജാത്യം ഒക്കെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിലും, കാഴ്ചയിൽ വൈജാത്യം ഉണ്ടെങ്കിലും സാധനം ഒന്നാണ്. ഈ ഒരാശയം നമ്മുടെ മൊത്തം ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ
സാറേ ഓഫായി പോയല്ലോ, ഒന്ന് ഓൺ ചെയ്ത് സൗണ്ട്. ഓക്കെ. ഓക്കെ. എല്ലാം ഒരുപോലെ ഇരിക്കുന്നതിലല്ല, എല്ലാത്തിൻ്റെയും ഉദ്ദേശ്യം എന്താണ് എന്നറിഞ്ഞ് പെരുമാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ മറ്റൊരു ചിന്തയ്ക്കൂടെ നിങ്ങളെ വിടുകയാണ്. അതാലോചിച്ച് അങ്ങനെ പറയാവുന്നതാണ്. ഈ ലോകത്ത് ഏതെല്ലാം തരത്തിലുള്ള വൈവിധ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചിലതൊക്കെ പറയാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളുക, ഇല്ലെങ്കിൽ കേട്ടാൽ മതി. എന്നിട്ട് ഞാൻ പറയാത്തത് വല്ലതും ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കണം. ലോക ഭാഷകൾ എത്രയുണ്ടെന്നാണ് വിചാരം? എത്ര ഭാഷകൾ ലോകത്തിലുണ്ട്? 147. അല്ല, 10,000-ത്തിലധികം ഭാഷകൾ ലോകത്തിലുണ്ട്. അത്തരം ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിൽ മാത്രം ഭാഷയല്ല, ജാതികൾ എത്ര ഉണ്ട് ഇന്ത്യയിൽ മാത്രം? പെട്ടെന്ന് പറഞ്ഞോളൂ. അറിയാവുന്നവര് പെട്ടെന്ന് പറഞ്ഞോളാം, ഇല്ല ഞാൻ പറഞ്ഞു, അല്ല നമ്മുടെ നേരെ ഇവിടെ നിൽക്കില്ല. 1000-ത്തിലധികം ജാതികൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പൊ ആ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 1000 ജാതിയുടെ ഇടയിലാണ് നമ്മുടെ ജാതിയും ഉള്ളത്. മനുഷ്യന്റെ ബ്ലഡ് ഗ്രൂപ്പുകൾ, എത്ര തരം ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്? 10 തരം. 10 ഉണ്ടോ? ഞാന് 8 തരമാണെന്നാണ് എന്റെ കണ്ടെത്തലിൽ കണ്ടത്. വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനൊന്നും വാശി പിടിക്കുന്നില്ല. 8 തരം ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ പെട്ടെന്ന് കേൾക്കുന്നത് 3-4 തരം ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ചേ ഉള്ളൂ. 8 തരമുണ്ട്. ലോകത്തില് ഏകദേശം എത്ര തരം കലണ്ടറുകളുണ്ട്? കലണ്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം ഡിസംബർ, ജനുവരി, അല്ലെങ്കിൽ ജനുവരി, ഫെബ്രുവരി എന്ന് പറയുന്ന പിന്നെ ഈ പറയുന്ന ഗ്രിഗോറിയൻ കലണ്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ 40-ലധികം തരം കലണ്ടർ വ്യവസ്ഥകളുണ്ട്. 40-ലധികം. എത്ര മതങ്ങൾ ലോകത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ 4000-ത്തിലധികം മതങ്ങൾ ലോകത്തിലുണ്ട്. എത്ര രാജ്യങ്ങളുണ്ട് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ എത്ര? 198. അതിനപ്പുറം പോയി. 200-നപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ 200-ന് തൊട്ട് മുകളിലുണ്ട്. 198 നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം. ഞാനത് വേറൊരു സാറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് പറഞ്ഞല്ല, അത് മാറിയിട്ടുണ്ട്. 200-ലധികം രാജ്യങ്ങൾ ഇപ്പോഴുണ്ട്. മനുഷ്യന്റെ വംശങ്ങളെ കുറിച്ച് പറയുമ്പോൾ 7 വംശങ്ങളാണ് നമ്മൾക്കുള്ളത്. നരവംശം 7 വംശങ്ങളുണ്ട്. മെയിലെന്നും ഫീമെയിൽ എന്നും ട്രാൻസ്ജെൻഡർ എന്നും പറയുന്ന ഒരു 3 തരം വിഭാഗങ്ങൾ നമ്മുടെ നേരെ മുൻപിലുണ്ട്. ആചാരങ്ങൾക്ക് ഒരു വിധത്തിലും എണ്ണമില്ല. എണ്ണമില്ലാത്ത തരം ആചാരങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. അതുപോലെ തന്നെയുള്ള എണ്ണമില്ലാത്ത തരം കുറെ കാര്യങ്ങളാണ്. ഒന്ന് ഭക്ഷണ രീതിയും ഭക്ഷണവും. രാഷ്ട്രീയ പാർട്ടികൾ എണ്ണാൻ പറ്റുമോ? എത്ര എണ്ണം ഉണ്ട്? കലകൾ, കൈരേഖ, എത്ര മനുഷ്യരുണ്ടോ അത്രയും രേഖകൾ ഉണ്ട് എന്നാണ് മറ്റൊരു വ്യത്യാസം. രാത്രിയും പകലും എന്ന് തന്നെ 2ആയിട്ടാണ് ഒരു ദിവസം തന്നെ നിൽക്കുന്നത്. ഇപ്പൊ ഞാന് നോക്കിയിട്ട് പെട്ടെന്നല്ല, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞാൻ കണ്ടെത്തിയതും അന്വേഷിച്ച് കണ്ടെത്തിയതുമാണ് ഇത്രയും വ്യത്യാസങ്ങൾ. ഇനിയും വ്യത്യാസങ്ങൾ കാണും. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതും ഞാൻ പറയാതെ പോയതുമായ ഏതെങ്കിലും ഉണ്ടോ? മാങ്ങ 150-ലധികം വെറൈറ്റീസ് മാങ്ങ ഉണ്ടെന്നാ പറയണത്. ഇന്ത്യയിലാ തോന്നുന്നുണ്ട്, ഇന്ത്യയിൽ മാത്രം. ലോകത്താണെങ്കിൽ അതിലേറെ ഉണ്ടാവും. അതുപോലെ ചക്ക, പിന്നെ പ്രകൃതി വിഭവങ്ങൾ പറയാൻ പോയാൽ വിര, ഈ നിമറ്റോഡ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, പലതരത്തിലെ ഇൻസെക്ട്, ബട്ടർഫ്ലൈ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ട്. സസ്യങ്ങൾ, നമുക്ക് ഒറ്റ വാക്കിൽ അങ്ങോട്ട് കൊള്ളിക്കാം. സസ്യങ്ങളും
ജന്തുജീവിജാലങ്ങളുടെയും വൈവിധ്യം വളരെയേറെയാണ് ലോകത്ത്. ഇനിയും കാണും. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് വലിയൊരു വൈവിധ്യത്തിന്റെ പശ്ചാത്തലമുണ്ട്. ചില ആളുകൾക്ക് ഈ വൈവിധ്യം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കരമായ അല്ലെങ്കിൽ ശക്തമായ വിഷമമാണ്. അത് വിഷമിക്കേണ്ട എന്നുള്ളതിന്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണിത്. ഞാൻ നേരം കിട്ടിയാൽ ആദ്യമാണ് അത് പറയേണ്ടതെങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആദ്യം അങ്ങ് പറഞ്ഞു തീർന്നിട്ട് വൈവിധ്യത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് അവസാന പാർട്ടിൽ പറയാം സമയമനുസരിച്ച്. ഇങ്ങനെ വൈവിധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഈ വൈവിധ്യത്തിൽ സൃഷ്ടിച്ചെടുക്കുന്ന ആ ഒരു യൂണിറ്റി ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഐക്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനൊരു ഡെഫിനിഷൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം. നമ്മൾ സൃഷ്ടിക്കുന്ന പരിസ്ഥിതിയുടെ ഫലമാണ് ഐക്യം. നമ്മളായിരിക്കുന്ന ആ ഇടങ്ങളിലെ ഒരു എൻവയറമെന്റ് ഉണ്ടല്ലോ, പരിസ്ഥിതി, അവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റിസൾട്ടാണ് ഐക്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യം സൃഷ്ടിക്കുന്ന ഈ അന്തരീക്ഷത്തിന് 5 സവിശേഷതകളുണ്ട്. നല്ല വിശേഷം തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് സവിശേഷത എന്ന് പറയുന്നത്. മറിച്ച് അതുണ്ടാക്കുന്ന ഘടകങ്ങൾ എന്നല്ല പറഞ്ഞു വെക്കുന്നത്, സവിശേഷത തന്നെയാണ്. ഒന്ന്, മറ്റുള്ളവരുടെ കഴിവുകളെ ബഹുമാനിക്കാൻ ഈ വ്യത്യസ്തത ഉപകാരപ്പെടുന്നു. രണ്ടാമത്തെ സംഗതി, നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഒരു ജിജ്ഞാസ, ആകാംക്ഷ ഉണ്ടാക്കാനായിട്ട് ഈ വ്യത്യാസങ്ങൾ പ്രയോജനപ്പെടുകയാണ്. ഈ വ്യത്യാസമുള്ളവരുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും അറിയത്തില്ലെന്നും അതറിയാനായിട്ടുള്ള ആഗ്രഹവും ഉണ്ടാകുന്നത്. മറ്റൊരു സംഗതി, അജണ്ടയില്ലാതെ മറ്റുള്ളവർക്കായി സമയം കണ്ടെത്താൻ സാധിക്കുന്നതും ഈ ഐക്യത്തിലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരിപ്രേക്ഷ്യത്തിലാണ് നമുക്ക് അജണ്ട ഇല്ലാതെ, ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി ഇല്ലാതെ സമയം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ഇതിലാണ്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഫെലോഷിപ്പിനായിട്ട് ഒന്നിച്ചുകൂടാൻ നമുക്കൊരു വലിയ സാധ്യത തുറന്നു തരികയാണ് ഈ വ്യത്യസ്തതകൾ. സന്തോഷിക്കാനായിട്ട് ഒന്നിച്ചു ചേരാൻ, ഒരുമിച്ച് കൂടാൻ. പിന്നീട് ഒന്നാണ് ഒരു പൊതു പ്ലാറ്റ്ഫോം, ഒരു പ്ലേയിങ് ഫീൽഡ് നിലനിർത്തുവാൻ ഈ പറയുന്ന വ്യത്യസ്തതകൾക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളൊന്നു ചേർന്ന ഒരു ക്രിക്കറ്റ് കളിക്കുന്നു, അല്ലെങ്കിൽ ആർട്സിലോ, ഇതെല്ലാം നമുക്ക് ഒരു പൊതു, അവിടെയൊക്കെ നമുക്കൊരു സമന്വയം സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളെ തന്നെ അല്പം കൂടെ വിശദമായിട്ട് പോകുമ്പോൾ, ഒന്നാമത്തത്, മറ്റുള്ളവരുടെ കഴിവുകളെ ബഹുമാനിക്കാനായിട്ട് നമുക്ക് കഴിയുന്നു. മറ്റുള്ളവർ എന്തിലെല്ലാം വിജയിച്ചുവെന്ന് അംഗീകരിക്കുവാനും മനസ്സിലാക്കാനും അവരെ ഉയർന്ന ബഹുമാനത്തോടെയും അവരുടെ ജ്ഞാനത്തിൽ നിന്ന് പഠിക്കുവാനും നമുക്ക് ഇത് സഹായിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ സ്വാധീനത്താൽ അവരുടെ ബലഹീനതയെ ലഘൂകരിക്കുവാനും ഒരുപക്ഷെ നമ്മുടെ ബലഹീനതയെ ലഘൂകരിക്കാനും ഈ ഒന്നിച്ചു ചേരൽ പലപ്പോഴും സഹായിക്കും. അറിയാതെ തന്നെ സംഭവിക്കും. ചിലപ്പോൾ നമ്മുടെ ഇടപെടലിലൂടെ ചിലരുടെ ചില ബലഹീനതകൾ അവര് വേണ്ടെന്ന് വയ്ക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തിരിച്ചറിയും. ചിലപ്പോൾ നമ്മുടെ തന്നെ ബലഹീനത നമുക്ക് മാറ്റിയെടുക്കാനും അത് സാധിക്കും.
രണ്ടാമത് പറഞ്ഞതിന്റെ അല്പം കൂടി വിശദീകരിക്കുമ്പോൾ, നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ജിജ്ഞാസ പുലർത്താൻ നമുക്ക് സാധിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഇതുവരെ എത്ര വിജയിച്ചിട്ടുണ്ടെങ്കിലും പഠിക്കാൻ ഇനിയും കൂടുതലുണ്ട്. നാളെ ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമ്മൾ ഈ 7 മണിക്ക് എല്ലാ ദിവസവും ഇവിടെ കൂടുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നമുക്കൊക്കെ എല്ലാം 50-ന് മുകളിൽ പ്രായമുള്ളവരാണ്. പ്രായോഗികമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ കോളേജിലോ സ്കൂളിലോ പോയി പഠിച്ചിട്ടുമുണ്ട്. പക്ഷേ എങ്കിലും ഓരോരുത്തരും പറയുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പിന്നെയും അറിയുകയാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെങ്കിലും പഠിക്കാൻ ഇനിയും ധാരാളം ബാക്കിയുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഏറ്റവും അപകടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കൂടിച്ചേരലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മുടെ സംതൃപ്തിയും ഇപ്പോഴത്തെ സുഖദായകത്വവുമാണ് നമ്മളെ എവിടെങ്കിലുമൊക്കെ വളരാൻ സഹായിക്കാതെ. നമുക്കെല്ലാം ആയി, നമ്മളെല്ലാം പഠിച്ചു, എനിക്ക് സുഖമാണ്, സംതൃപ്തിയാണ് എന്ന് ആരെങ്കിലും മനസ്സിൽ കരുതിയാൽ അവിടെ വെച്ച് നമ്മുടെ വളർച്ച അവസാനിച്ചു എന്നാണ് പൊതുവിൽ പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മികച്ച മനുഷ്യൻ എപ്പോഴും പഠിക്കാൻ നോക്കുന്നു. അവർക്ക് ഇനിയും പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട് എന്നുള്ള ചിന്തയിലായിരിക്കും. അജണ്ട ഇല്ലാതെ മറ്റുള്ളവർക്കായി സമയം സൃഷ്ടിക്കുക. ഒരാൾ അറിയണമെന്ന് നമ്മൾ കരുതുന്നതെല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരമാണ് കൂടിച്ചേരലുകൾ. അതുപോലെ മറ്റുള്ളവരുടെ നിലവിലെ സാഹചര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് അജണ്ട നിശ്ചയിക്കാനും സമയം ഷെഡ്യൂൾ ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നു. വളരെ ചുരുക്കവാചകത്തിൽ പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ ബഹുമാനം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. ഒന്ന് ചേരുമ്പോൾ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും, നമുക്കത് മനസ്സിലാക്കാവും. 4-മത്തെ സംഗതിയാണ് ഞാൻ പറഞ്ഞതാണ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിരുന്നു. അതായത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള കൂട്ടുമേശ വിപ്ലവം. ഈ ഫെലോഷിപ്പിന്റെ തന്നെ വളരെ ഉദാത്തമായ ഒരു ഭാവമാണ് ഈ ടേബിൾ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. എന്റെ ഉത്തമ ബോധ്യത്തില് വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തുവിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തന്ത്രമായിരുന്നു ഈ ഊട്ടുമേശ വിപ്ലവം. അതാണ് പിന്നീട് ഈ MBA-ക്കാരും അല്ലാത്തവരും ഒക്കെ ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിലും ഒക്കെ അത് പറയും. ഈ ടേബിൾ ഫെലോഷിപ്പ് വീട്ടിലെ ഐക്യം വർദ്ധിപ്പിക്കാനും ഊണുമേശയാണ് ഏറ്റവും ബെസ്റ്റ്. ഏറ്റവും അടുത്തിരിക്കുന്നത് ഊണുമേശയിലാണ്, അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ. അപ്പോൾ സുഹൃത്തുക്കളെ ഒരുമിച്ച് കൊണ്ടുവരാനും ആഴത്തിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെടാനും നല്ല ഭക്ഷണത്തെക്കാൾ മികച്ചതായി മറ്റൊന്നും ഇല്ല. ജീസസ് ക്രൈസ്റ്റ് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റി എന്ന് പറയുമ്പോഴും 4000 പേരെ തീറ്റി എന്ന് പറയുമ്പോഴും ഒക്കെ ഈ ഭക്ഷണം കൊടുത്തതിന്റെ പിന്നിൽ ഈ ഒരു എലമെന്റ്, അവസാനം അന്ത്യത്താഴവും അതും ഒരു ഭക്ഷണമേശ ഒരുക്കിക്കൊണ്ടാണ് വളരെ മനോഹരമായി തൻ്റെ ആ ഐക്യം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇവിടെയും ഒക്കെ നമ്മുടെ ലോകത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ കല്യാണമൊക്കെ നടത്തുമ്പോഴും വീട്ടിലെ ഒരു നല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോഴും നമ്മൾ ഈ ഊട്ടുമേശ നടത്തുന്നതിലൂടെ ലഭ്യമാകുന്നത് അതാണ്. നല്ല അടുപ്പക്കാരെ ഇടയ്ക്ക് വീടുകൾ തോറും സന്ദർശിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ചുമ്മാ വന്നു പോകല്ല, ഒരു ഭക്ഷണം കൂടെ കഴിച്ചു പോകുമ്പോൾ കുറെ കൂടി ആ ബന്ധത്തിന് ബലം, ദൃഢത ഉണ്ടാകുന്നു. കുറച്ച് മിനിറ്റ് കൊണ്ട് മനുഷ്യബന്ധത്തിന്റെ ഉപരിതലത്തിൽ ഒരു ചെറിയ വിത്തിടാനായിട്ടുള്ള കുഴി മാന്തിയെടുക്കുകയാണ്. കുഴിമന്തിയല്ല, ഒരു കുഴി മാന്തിയെടുക്കാനായിട്ട് ഈ ടേബിൾ ഫെലോഷിപ്പിന് സാധിക്കുന്നു. മിക്കപ്പോഴും ചലനാത്മകമായ സംഭാഷണങ്ങൾ ആരംഭിക്കുന്നത് ഈ കൂടിച്ചേരലിലെ ചോദിച്ചറിയലിലാണ്. രാഷ്ട്രീയക്കാരൊക്കെ പലപ്പോഴും ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ഈ ഹോട്ടലുകളിലോ വലിയ ചരൽക്കുന്നിലൊക്കെ ഒന്ന് ചേരി
അവിടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉരുത്തിരിയുന്നത്. അഞ്ചാമത്തെ സംഗതി ഒരു പൊതു പ്ലേയിങ് ഫീൽഡ് നിലനിർത്തുന്നതിലൂടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒറ്റയ്ക്കിരുന്ന് മറ്റുള്ളവരെ താരതമ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ പെട്ടെന്നാണ് ഭിന്നതകൾ സൃഷ്ടിക്കപ്പെടുന്നത്. എന്നാൽ തുറന്ന അന്തരീക്ഷം നിലനിർത്താൻ തയ്യാറാകുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു. പ്രിയപ്പെട്ട ഹോബികളോ സന്തോഷമോ പങ്കുവെച്ച് പരസ്പരം അറിയാൻ പാടില്ലാത്തത് എല്ലാവർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കുമ്പോൾ ബന്ധം ഊഷ്മളമാകുന്നു. അതുകൊണ്ട് ഒരു പൊതു ഇടം എല്ലായിടത്തും ഉണ്ടാകേണ്ടത് അത്തരത്തിലുള്ള അനിവാര്യതയാണ്. അതിന്റെ സാധ്യത ഇത്തരത്തിലുമാണ് നിൽക്കുന്നത്. ബഹുസ്വരതയിലെ ഐക്യത്തിന്റെ നേട്ടങ്ങൾ. ഈ കാലയളവിലൊക്കെ ഈ ബഹുസ്വരത എന്ന് പറയുന്ന വാക്ക് ഏറെ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഈ പറയുന്ന പല തരം സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ ബഹുസ്വരതയിലാണ് നമുക്ക് ഐക്യത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുക. അവിടെ വ്യക്തികളുടെ മനോവീര്യം വർദ്ധിക്കുന്നു, മെച്ചപ്പെടുന്നു എന്നൊക്കെയാണ്. ഒരേപോലെയുള്ള, അതായത് ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂള് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിനേക്കാൾ കുറെ കൂടി ബെറ്റർ മിക്സഡ് സ്കൂളുകൾ തന്നെയാണ്. അതിൽ തന്നെ ഒരേ ജാതിക്കാർ മാത്രം പഠിക്കുന്നതായി പോയാലോ പിന്നെ അവിടെ ചുരുങ്ങിപ്പോകത്തുള്ളൂ. അത് എല്ലാ വിഭാഗം ആളുകൾ. പിന്നെ ഇപ്പൊ കുറെ കാലം മുമ്പൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു ഈ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകം സ്കൂള്. ഇപ്പൊ പറയുന്ന അങ്ങനെയല്ലല്ലോ. എല്ലാവരും ഒന്നിച്ചു വളരുമ്പോഴാണ് അവിടെ കൂടുതൽ ശക്തി ഉണ്ടാകുന്നത്. ഇപ്പൊ ബഹുസ്വരത നിന്ന് വിട്ടുമാറി ഇത് പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ അപകടകരമായ ഈ ബഹുസ്വരതയെ പേടിച്ചിട്ട് അവരവരുടെ മാളങ്ങൾ സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂട്ടിച്ചേർത്ത് വായിക്കണം. സഹകരണം, പങ്കാളിത്തം, വ്യക്തിപരമായ ഇടപെടലുകൾ എന്നിവ വിപുലീകരിക്കുന്നതിനും പ്രകടനം, ജീവിത നിലവാരം, ശൈലി എന്നിവ വർദ്ധിക്കുന്നതിനും ഈ ബഹുസ്വരതയാണ് ഗുണപ്പെടുക. അതുകൊണ്ട് നമ്മൾ ബഹുസ്വരതയെ ഭയപ്പെടരുത്, സന്തോഷത്തോടെയാണ് സ്വീകരിക്കേണ്ടത്. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലും ആശയവിനിമയം പുരോഗമിക്കാനായിട്ട് ഇത് അനുവദിക്കുന്നു. സാമൂഹിക തിന്മകളിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്തുമ്പോൾ സംഘർഷങ്ങൾ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് നല്ല മാനുഷിക ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാവരുടെയും തുല്യ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലോകത്തിൽ വൈവിധ്യങ്ങൾ ഉള്ളതിനാൽ നിരവധി അത്തരം നേട്ടങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് സാമ്പത്തികമായ നേട്ടങ്ങൾക്കും ഇത് സാധ്യത സൃഷ്ടിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ടൂറിസത്തിൽ ഇതിന്റെ സാധ്യത. ഈ വ്യത്യസ്തത ഉള്ളത് കൊണ്ട് തന്നെ ടൂറിസം രംഗത്ത് വലിയ ഗുണകരമായ ഫലമാണ് അത് സൃഷ്ടിക്കുന്നത്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ജീവിതത്തിന്റെ വിവിധ മേഖലകൾ, സംസ്കാരങ്ങൾ, വിശ്വാസങ്ങൾ, വസ്ത്രങ്ങൾ, ഭക്ഷണം എന്നിവയാൽ ആകർഷിക്കപ്പെടുന്നു. അപ്പൊ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഈ അത്തരത്തിലുള്ള തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും എന്നും നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി ചാനലൊക്കെ വീക്ഷിക്കുമ്പോൾ നമ്മൾ ഒരുപാട് അത്ഭുതപ്പെട്ടു പോകും. അല്ലെങ്കിൽ പുതിയ ഒരുപാട് അറിവുകളാണ് ആ കുറച്ചു നേരം അത് കാണുമ്പോൾ തന്നെ നമ്മളിൽ ഉണ്ടാക്കുന്ന. പലതരത്തിലുള്ള ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കാനായിട്ടും അത് സാധിക്കുന്നു. ലോക ജനതകൾ പരസ്പരം വ്യത്യസ്തങ്ങളാണെങ്കിലും അവർക്കിടയിൽ ദേശീയ ഐക്യം പ്രാവർത്തികമാക്കുന്നതിന് ഇത് കാരണമാക്കുന്നു. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളും ഈ പ്രത്യേകിച്ച് ഈ ടൂറിസവും അതുപോലെയുള്ള കാര്യങ്ങളും ഇത് രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെയും സാംസ്കാരിക പൈതൃകത്തെയും ശക്തിപ്പെടുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു.
നമുക്ക് ഇന്ത്യക്കുള്ള ഏറ്റവും വലിയൊരു സമ്പന്നത അതാണല്ലോ. നമ്മളുടെ ഈ വൈജാത്യങ്ങൾ, നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്ന വലിയൊരു മുദ്രാവാക്യം തന്നെ നമുക്കുണ്ട്. ഈ വ്യത്യാസങ്ങളെല്ലാം ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ഇത്രയും കാലമായിട്ട് നമുക്ക് സാധിച്ചു. 75 വർഷങ്ങൾ പിന്നിടുന്നു നമ്മുടെ ഈ ഭാരതം ആ ബഹുസ്വരതയുടെ മനോഹാരം ആസ്വദിച്ച് നീങ്ങുന്നതിൽ. ഇതിന്റെ സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്? സോഷ്യോളജിക്കലായിട്ട് എനിക്കൊരു വാക്ക് കിട്ടിയാൽ നിങ്ങളിത് കേട്ടിട്ടുണ്ടാകാം. ഒന്ന്, നമ്മുടെ എത്തിനോസെൻട്രിസം. ETHNOCENTRISM എത്തിനോസെൻട്രിസം. എത്തിനോസെൻട്രിസം എന്ന് പറഞ്ഞാൽ വംശീയ കേന്ദ്രീകൃതം എന്നൊക്കെയാണ് അതിന് വേണമെങ്കിൽ പറയാവുന്നത്. അത്തരത്തിലുള്ള ബോധം, അതായത് സ്വത്വബോധമെന്ന് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ഇത് നല്ലതല്ലേ? മോശമല്ലല്ലോ. ഈ പലതരം ഗ്രൂപ്പുകൾ, ഇപ്പൊ നമ്മൾ തന്നെ ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ നമ്മുടേതായ മതവിഭാഗങ്ങളിൽ വ്യത്യസ്തതകൾ നിലനിർത്തുന്ന ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് എന്താണ്, നമുക്ക് ഒന്നിച്ചു കൂടുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇനി ഒന്നിച്ചു കൂടുന്നതിന് ആരുടെയെങ്കിലും മതത്തെ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് വേണം ഇതിൻ്റെ അകത്ത് വരാൻ? ഒരിക്കലുമല്ല. ഒരുപക്ഷെ നമുക്ക് നമ്മുടേതായ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരൻ്റെ നമുക്കറിയാൻ പാടില്ലാത്ത നമ്മുടെ അടുത്ത് ഇങ്ങനെ എല്ലാ ദിവസവും വന്ന് കൂടുന്ന ഈ ആളിന്റെ അത്തരത്തിലുള്ള ഈ വംശീയമായിട്ടുള്ള കാര്യങ്ങൾ അവരത് നന്നായി നിലനിർത്തുന്നവരാണെങ്കിൽ നമുക്ക് കുറെ കൂടെ ഒരു ബോധ്യമാണ് അതിലൂടെ ലഭിക്കുന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ് എത്തിനോസെൻട്രിസം. സ്വന്തം ഗ്രൂപ്പ് എല്ലാറ്റിൻ്റെയും കേന്ദ്രമായിരിക്കുന്ന കാര്യങ്ങളുടെ വീക്ഷണമാണ് എത്തിനോസെൻട്രിസം. മറ്റുള്ളവർ അതിനെ പരാമർശിച്ച് വിലയിരുത്തുന്നു. ഈ വികാരം കാരണം ഗ്രൂപ്പിലെ അംഗങ്ങൾ അവരുടെ ഗ്രൂപ്പിനെ മറ്റു ഗ്രൂപ്പുകളെക്കാൾ മികച്ചതായി കണക്കാക്കുന്നു. ഇത് ശരിക്കും കൂട്ടായ്മ സ്നേഹത്തിന്റെ വികാരമാണ്. ഈ അടിസ്ഥാന വികാരത്താൽ ഒരു വ്യക്തി ഗ്രൂപ്പിനെ തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ പത്രം വായിക്കുമ്പോഴോ ലോകത്തിലെ ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോഴോ നമ്മളിങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കും, അല്ലെങ്കിൽ അവരങ്ങനെയാണ്. പക്ഷേ നമുക്ക് നേരിട്ട് ബന്ധമുള്ള, നമുക്ക് അറിവുള്ള, നമ്മളുടെ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ പറയുന്നത് ശരിയല്ല. വളരെ നല്ലതും മെച്ചപ്പെട്ടതുമായ സ്വഭാവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും സംസ്കാര നിലവാരത്തിന്റെയും ഒക്കെ ഉടമകളാണ് ഈ കുറ്റം പറയുന്ന ആളുകൾ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സമാനമായ പെരുമാറ്റം ഗ്രൂപ്പിലെ മറ്റൊരു സവിശേഷതയാണ്, ഗ്രൂപ്പിലെ അംഗങ്ങൾ എല്ലായ്പ്പോഴും സമാന സ്വഭാവം കാണിക്കുന്നു എന്നുള്ളത്. അവർ പല കാര്യങ്ങളിലും സമാനമാണ്. അവർ സമാന മനോഭാവവും അഭിപ്രായവും സമാന പ്രതികരണങ്ങളും കാണിക്കുന്നു. അപ്പൊ നമ്മൾ വ്യത്യസ്തരാണെങ്കിലും, നമ്മള് ജില്ല വെച്ച് വ്യത്യസ്തരാണ്, കളർ വെച്ച് വ്യത്യസ്തരാണ്, പലതിലും വ്യത്യസ്തരാണെങ്കിലും നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ പല കാര്യങ്ങളിലും ഒന്നായി മാറുന്നു. അത് തന്നെയാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം. നമ്മളിലെ വി ഫീലിംഗ്, ഞങ്ങൾ വികാരമാണ് ഗ്രൂപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷ ഗുണം. ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ശക്തമായ ഒരു വിസ്മയ വികാരമുണ്ട്. അതിലൂടെ അവർ സ്വയം തിരിച്ചറിയുകയും മറ്റുള്ളവരിൽ നിന്ന് അവരെ വേർതിരിക്കുകയും ചെയ്യുന്നു. ഇത് അവർ തമ്മിലുള്ള ഐക്യത്തിന്റെ ശക്തമായ ബോധത്തെ കാണിക്കുന്നു. നാലാമത്തെ സംഗതിയാണ് ഐക്യബോധം. ഗ്രൂപ്പിന്റെ മറ്റൊരു വലിയ സവിശേഷതയാണ് ഗ്രൂപ്പിലെ അംഗങ്ങൾ ശക്തമായ ഐക്യബോധത്താൽ ഏകീകരിക്കപ്പെടുന്നു. ഗ്രൂപ്പിലെ അംഗങ്ങൾക്കിടയിൽ ഐക്യത്തിന്റെ ശക്തമായ ഒരു ബോധം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കുന്നു. ഇപ്പൊ സോഷ്യോളജിക്കലായിട്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. സോഷ്യോളജിക്കലായിട്ടുള്ള അഞ്ചാമത്തെ കാര്യം സ്നേഹവും സഹാനുഭൂതിയും സഹതാപവും. ഇത് ഗ്രൂപ്പിന്റെ മറ്റൊരു പ്രധാന സ്വഭാവമാണ്.
സ്നേഹം, ത്യാഗം, സഹാനുഭൂതി, പരസ്പര സഹായം തുടങ്ങിയ നല്ല മാനുഷിക ഗുണങ്ങൾ ഒരു ഒരു കൂട്ടത്തിൽ മാത്രമേ, ഒരു യൂണിറ്റിയിൽ മാത്രമേ, തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രമേ ഉണ്ടാവൂ. ഈ മാനുഷിക ഗുണങ്ങൾ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു. മറ്റൊരു പോയിന്റിലേക്ക് വരുമ്പോൾ, ഐക്യപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്ന് പറയുന്ന ഒന്ന് സഹായവും പിന്തുണയും. ഇത് നൽകുകയും വേണം, സ്വീകരിക്കുകയും വേണം. ഒരു ഗ്രൂപ്പിനെ പിടിച്ചു നിർത്താനായിട്ട്, നമുക്ക് ഐക്യപ്പെടുത്താനായിട്ട് ഇത് പ്രധാനപ്പെട്ടതാണ്. ഹെൽപ്പ് ചെയ്യുന്ന ഒരു 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 മനോഭാവം, സപ്പോർട്ട് ചെയ്യുന്ന മനോഭാവം. അതുപോലെ തന്നെയാണ് നല്ല പരിഗണന, ഒരാളുകളെ പരിഗണിക്കുക. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ നമ്മൾ വരുമ്പോൾ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കാനും അല്ലെങ്കിൽ ഒരു വിശേഷം പറയാനും ഒക്കെ. അപ്പൊ അവര് പരിഗണന ലഭിക്കുമ്പോൾ, പരിഗണന ലഭിക്കുന്നില്ലെങ്കിൽ ആരാണേലും കുറച്ചു ദിവസം കഴിയുമ്പോൾ വിട്ടുപോകും. പ്രോത്സാഹനവും വളർച്ചയും സാധ്യമാകുന്നു. നമ്മൾ ക്ലാസ് എടുക്കുന്നതിലൂടെയും ക്ലാസ് കൂടുന്നതിലൂടെയും നല്ല വാക്കുകൾ പലരെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യാനായിട്ട് ഈ കൂട്ടായ്മയിലാണ് സാധിക്കുക. പ്രചോദനത്തിന്റെ ഉറവിടമായിട്ട് ഇത് മാറുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിരേഷൻ ലഭിക്കുന്നു. നർമ്മ അന്തരീക്ഷം, ഒരു തമാശയുടെ അന്തരീക്ഷവും, ചിലപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു തമാശകൾ അതുണ്ടാകണം. ആ തമാശകളിലാണ് ഗ്രൂപ്പ് നിൽക്കുക. അല്ലാതെ വളരെ സീരിയസ് ആയിട്ട് മാത്രം ചർച്ച ചെയ്താലും പറ്റില്ല. ഒരു ഹ്യൂമർ സെൻസ് നമുക്കുണ്ടാകുകയും അതും ഈ ഗ്രൂപ്പിൽ ഉണ്ടാകണം എന്നുകൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴേതാണ്ട് 7:50 ആയിട്ടുണ്ട്. ഇനി ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു കവിത കൂടെ ചൊല്ലിക്കൊണ്ട് ഈ ക്ലാസ്സിനെ ഇവിടെ വെച്ചൊന്ന് സമ്മപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ഞാൻ 2 ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുണ്ട്. പാട്ടിതാണ്. അമ്മയും നന്മയും ഒന്നാണ്, ഞങ്ങളും നിങ്ങളും ഒന്നാണ്, അറ്റമില്ലാത്തൊരു ജീവിതത്തിൽ നമ്മൾ ഒറ്റയല്ല. അമ്മയും നന്മയും ഒന്നാണ്, ഞങ്ങളും നിങ്ങളും ഒന്നാണ്, അറ്റമില്ലാത്തൊരു ജീവിതത്തിൽ നമ്മൾ ഒറ്റയല്ല. ഒറ്റയായി ഒന്നുമില്ല, ഒന്നു മറ്റൊന്നിൻ തുടർച്ചയല്ലോ. ഒറ്റയായി ഒന്നുമില്ല, ഒന്നു മറ്റൊന്നിൻ തുടർച്ചയല്ലോ. നിറവും മണവും വേറെയാണെങ്കിലും പൂവായ പൂവെല്ലാം പൂവാണ്. ഒഴുകുന്ന നാടുകൾ വേറെയാണെങ്കിലും പുഴയായ പുഴയൊക്കെ പുഴയാണ്. നിറവും മണവും വേറെയാണെങ്കിലും പൂവായ പൂവൊക്കെ പൂവാണ്. ഒഴുകുന്ന നാടുകൾ വേറെയാണെങ്കിലും പുഴയായ പുഴയൊക്കെ പുഴയാണ്. അമ്മയും നന്മയും ഒന്നാണ്, ഞങ്ങളും നിങ്ങളും ഒന്നാണ്, അറ്റമില്ലാത്തൊരു ജീവിതത്തിൽ നമ്മൾ ഒറ്റയല്ല. ഇതിൽ ആദ്യത്തെ 2 വരി ഒന്ന് എല്ലാവർക്കും കൂടെ ഒന്ന് പാടി നോക്കാം. പറ്റുമോ നോക്കാം. ഞാൻ ഒന്ന് ഓരോ വരി വീതം പാടാം. നിങ്ങൾ ഏറ്റു പാടാവോ എന്നൊന്ന് ശ്രമിക്കാം. നമുക്ക് പാട്ടിന്റെ ഗ്രൂപ്പ് എല്ലാവരും പാടുന്നതാണല്ലോ.
അമ്മയും നന്മയും ഒന്നാണ്. അമ്മയും നന്മയും ഒന്നാണ്. ഞങ്ങളും നിങ്ങളും ഒന്നാണ്. ഞങ്ങളും നിങ്ങളും ഒന്നാണ്. അറ്റമില്ലാത്തൊരു ജീവിതത്തിൽ അച്ഛനില്ലാത്തൊരു ജീവിതത്തിൽ നമ്മൾ ഒറ്റയല്ല. നമ്മൾ ഒറ്റയായി ഒന്നുമില്ല. ഒന്നു മറ്റൊന്നിൻ തുടർച്ചയല്ലോ. ഇങ്ങനെ പോകുന്നു. അടുത്ത വരികളിങ്ങനെയായിരുന്നു. നിറവും മണവും വേറെയാണെങ്കിലും പൂവായ പൂവെല്ലാം മണവും വേറെയാണെങ്കിലും മലരായ മലരൊക്കെ മലരാണ്. ഞാൻ മുമ്പ് പൂവായ പൂവെന്നാണ് പറഞ്ഞത്. ഇച്ചിരൂടെ ഒരു സുഖമുള്ളത് മലരാണ്. നിറവും മണവും വേറെയാണെങ്കിലും മലരായ മലരൊക്കെ മലരാണ്. നിറവും മണവും വേറെയാണെങ്കിലും മലരായ മലരൊക്കെ മലരാണ്. ഒഴുകുന്ന നാടുകൾ വേറെയാണെങ്കിലും പുഴയായ പുഴയൊക്കെ പുഴയാണ്. ഒഴുകുന്ന നാടുകൾ വേറെയാണെങ്കിലും പുഴയായ പുഴയൊക്കെ പുഴയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വിഘടിച്ച് പോവുകയല്ല, ഒന്നിക്കുകയാണ്, ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. ഐക്യത്തിന്റെ തലമാണ് അന്വേഷിക്കേണ്ടത്, അതിനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അല്ലാതെ ബഹുസ്വരതയിൽ ആരെങ്കിലും അക്ഷമരാകുന്നത് കാണുമ്പോൾ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ബാധ്യത നമ്മളെ പോലെയുള്ള ആളുകൾക്കുണ്ട് എന്നുള്ളതാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ ഇന്ന് പറഞ്ഞു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. തുടർന്ന് ഞാൻ ഇത്രയും മതി. കൂടുതലായാലും കൂടുതൽ നേരം അത്ര ഭംഗിയാകില്ല. രണ്ട് ചോദ്യങ്ങൾ വെക്കുകയാണ്. ഈ ചോദ്യങ്ങളെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ എളുപ്പമുണ്ടാവും. അതുകൊണ്ടാണ് ഈ രണ്ട് ചോദ്യങ്ങൾ വെക്കുന്നത്. രണ്ടിനെ കുറിച്ച് അഭിപ്രായം പറയാമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചെങ്കിലും ഓരോരുത്തരും പറയുക. ഒന്നാമത്തെ ചോദ്യം, ഐക്യം നിലനിർത്താൻ നമുക്ക് നാളിതുവരെ എത്രമാത്രം സാധിച്ചിട്ടുണ്ട്? അതിനിടയാക്കിയ കാര്യങ്ങൾ എന്തൊക്കെ? ആരുടെയെങ്കിലുമൊക്കെ സ്വന്തമായ അനുഭവങ്ങൾ പറയാം. നമുക്ക് ഈ ലോകത്ത് ജീവിച്ചപ്പോൾ യൂണിറ്റി നിലനിർത്താൻ വേണ്ടി നമ്മൾ അനുവർത്തിച്ചതും നമ്മൾ അതിൽ വിജയിച്ചതും അതിലുണ്ടാക്കിയ സന്തോഷവും ഒക്കെ വേണമെങ്കിൽ അക്കാര്യത്തിൽ പറയാം. അപ്പൊ ഐക്യം നിലനിർത്താൻ നമുക്ക് നാളിതുവരെ, അല്ലെങ്കിൽ എനിക്ക് നാളിതുവരെ എന്തുമാത്രം സാധിച്ചിട്ടുണ്ട്, അതിനിടയാക്കിയ സമ്മതി. നമ്മുടെ ഇടയിൽ ഐക്യം നിലനിർത്തുവാൻ എന്തൊക്കെ കാര്യങ്ങൾ തുടർന്ന് പ്രായോഗികമാക്കണം? അത് ഇൻ ഫ്യൂച്ചർ നമ്മൾ ഇപ്പോൾ പരിഗണിക്കുന്ന ഏതെങ്കിലും ആശങ്കകളോ ആകുലതകളോ അതിന്റെ പശ്ചാത്തലത്തിലുമാകാം. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ പോകുന്നത് ഇങ്ങനെ തന്നെ തുടർന്ന് നന്നായി പോകാൻ നമ്മൾ ഇനിയും എന്താണ് ചെയ്യേണ്ടത്? ആ രീതിയിൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തിക്കൊണ്ട് അഭിപ്രായങ്ങളും ചർച്ചകളും നടത്താം. ഏതായാലും ഈ 8 മണിയോടെ അടുക്കുന്നു. ചർച്ചയോടെ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നത്തെ സമയമായിക്കോളും. ഇനിയും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കാലയളവിൽ എനിക്ക് തോന്നിയ ഒരു പ്രസക്തമായ വിഷയമായിരിക്കും ഇത് എന്നുള്ള നിലയിലാണ് ഞാൻ ഈ ഐക്യത്തെക്കുറിച്ച്, ഒന്നിച്ചു പോകേണ്ടതിന്റെ കാര്യത്തെക്കുറിച്ച്
സ്നേഹത്തിലും ധാരണയിലും പോകേണ്ടതിനെ കുറിച്ച് പറയാനിടയായത് ആരെങ്കിലും വിഭാഗീയതയോ അല്ലെങ്കിൽ ബഹുസ്വരതയോ കാണുമ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ചിന്ത പകരാനാണ് ഞാൻ ആഗ്രഹിച്ചത്. വിജയിച്ചോ എന്നുള്ളത് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. തീർച്ചയായിട്ടും ഒരു സമന്വയത്തിന്റെ പാത സാർ തുറന്നിട്ടിരിക്കുക. ഏതൊക്കെ തലങ്ങളിൽ സമന്വയം പറ്റുമെന്നൊക്കെ തീർച്ചയായിട്ടും വളരെ ചിന്തനീയമായി ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ചർച്ചയിലേക്ക് പോവാം. ഫിലിപ്പ്, രാജു സാർ സ്റ്റാർട്ട് ചെയ്യും. മറ്റന്നാളാണ് ബസ്റ്റാനോസിന്റെ രാസരീതിയിൽ കടന്നുപോയി അല്പം ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഇതിലും സമന്വയത്തിന്റെ പാതയെ കുറിച്ചാണ് സാർ സംസാരിച്ചത്. ഏറ്റവും യഥാർത്ഥമായ, ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിനകത്ത് വളരെ വിശാലമായ രീതിയിൽ സാറിന്റെ അനുഭവ സമ്പന്നതയിൽ കൂടി, അതുപോലെ തന്നെ അറിവിന്റെ സമ്പന്നതയിൽ കൂടി വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. ഏതെല്ലാം മേഖലയിൽ നമ്മൾ, അതായത് വ്യത്യസ്തരായിരിക്കും, അതേസമയം ഈ വ്യത്യസ്തതയിൽ കൂടി നമുക്ക് സമന്വയത്തിലേക്ക് വരാൻ സാധിക്കും. ഡൈവേഴ്സിറ്റി എന്നല്ലേ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് തന്നെ പറയുന്നത്. അനേകം ജാതികളും അനേക ഭാഷകളും അനേക വംശീയതകളും ഒക്കെ ഉള്ളതായ നമ്മുടെ ഇന്ത്യയെ പോലെ ഒരു രാജ്യം മറ്റൊരു രാജ്യമില്ല എന്ന് തന്നെയാണ്. എങ്കിൽ പോലും വളരെയധികം ഐക്യവും വളരെയധികം സമന്വയതയൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. സാധിക്കുന്നത് നമ്മുടെ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ടോളറൻസ്, റിലീജിയസ് ടോളറൻസ്, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ളതായ വലിയ മനസ്സ്, മറ്റുള്ളവരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ളതായ വലിയ മനസ്സ്, അത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യക്കാർക്ക് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പറഞ്ഞാൽ പലയിടങ്ങളിൽ കാണുന്നില്ല, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അത് ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. അത് പറഞ്ഞതുപോലെ ഒരു മേശയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതിന് ഒരു ഭവനത്തിൽ തന്നെ, അതായത് മാതാപിതാക്കളും കുട്ടികളും കൂടി ഒരുമിച്ച് സംസാരിക്കാനുള്ള അവസരമാണ്. അതില്ലാതെ പോകുന്നതാണ് ഇന്ന് പലപ്പോഴും ഈ കുട്ടികൾ അകന്നു പോകാനുള്ള കാരണം. തലമുറകൾ തമ്മിലുള്ളതായിട്ടുള്ള ഈ അന്തരം, വിടവ്, അത് കൂടുതലും ഈ പറയുന്നതായിട്ടുള്ള ഭക്ഷണവേശയിൽ പോലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ്. ഫാമിലി ദാറ്റ് ഈറ്റ്സ് ടുഗദർ വിൽ സ്റ്റേ ടുഗദർ എന്ന് പറയും. അതിന് മുമ്പ് മറ്റൊരു വാചകം പറഞ്ഞിട്ടുണ്ട്, ഫാമിലി ദാറ്റ് പ്രേ ടുഗദർ വിൽ സ്റ്റേ ടുഗദർ. പ്രേയർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കാണില്ല, അതുകൊണ്ട് കുറഞ്ഞത് ഫാമിലി ഷുഡ് ഈറ്റ് ടുഗദർ ആൻഡ് ദേ ക്യാൻ സ്റ്റേ ടുഗദർ. കാരണം ഭക്ഷണമേശയിലാണ് ഈ പറയുന്നതായിട്ടുള്ള സമന്വയത്തിന്റെ ആശയങ്ങളും അതുപോലെ തന്നെ സംസാരങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ കുടുംബങ്ങൾ തീരുന്നതാണ് സമൂഹം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് സമൂഹത്തിൽ ഇതുപോലെ ഒരുമിച്ച് പോകാനുള്ള ഒരു രംഗമാണ് അമ്മ കൃത്യമായിട്ട് പറഞ്ഞത്. അതുപോലെ അമ്മയും നന്മയും ഒന്നാണെന്നുള്ള അവസാനം ചൊല്ലിയതായ കവിത വളരെ അർത്ഥവത്താണ്. ഈ എല്ലാ വ്യത്യസ്തതകളും ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണ്. പല നിറവും മണവും ഉള്ളതായ പൂക്കൾ, അതെല്ലാം പൂക്കൾ തന്നെയാണ്, മലരുകളാണ്. അതുപോലെ നദികൾ ഏതെല്ലാം രീതിയിൽ കൂടി കടന്നു ഒഴുകുന്നെങ്കിലും അതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതെല്ലാം തന്നെ നമുക്ക് സമന്വയത്തിന്റെ ഈ ഭാഷ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ഇന്നത്തെ ഈ നമ്മുടെ സാറിന്റെ ഈ സബ്ജക്റ്റ് വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ്, ഇതുവരെ ഇവിടെ ആരും കൈകാര്യം ചെയ്യാത്തതായിട്ടുള്ള സബ്ജക്റ്റ്, അതേസമയം വളരെയധികം കാലിക പ്രസക്തിയുള്ള, വളരെയധികം പ്രാധാന്യമുള്ള, നമ്മളൊക്കെയും പാലിക്കേണ്ടതായോ നമ്മളെയും ഒരുമിച്ച് ചേർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സാർ പറഞ്ഞത്. പ്രത്യേകമായ സാറിന് അഭിനന്ദനം. കൂടുതലായിട്ട് പറയാനില്ല. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു രാജു സാർ. ഉലഹനൻ സാർ ഉണ്ടോ? ഷജിമത് സാർ. പിന്നെ സാറിന്റെ, ജോഷി സാറിന്റെ ക്ലാസ് ഓൾവേസ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ജെന്യുവൻ ആയിരുന്നു.
സാർ ഒരു നല്ല അധ്യാപകന്റെ സ്റ്റൈലിലാണ് ക്ലാസ് കണ്ടക്ട് ചെയ്ത് DBP സ്റ്റൈലില് അല്ലെ ആക്ടിവിറ്റി ഓറിയന്റഡ് മറ്റുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യം സമയം ഇൻപുട്സ് ഒക്കെ തന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവസാനം ഒരു കവിത വെച്ച് കൺക്ലൂഡ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നമുക്ക് ചിന്തയ്ക്ക് ഉണർത്തി. അപ്പോൾ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ സോഷ്യോളജിയുടെ നമ്മൾ പഠന വിഷയമാക്കുന്ന ഗ്രൂപ്പിന്റെ പ്രത്യേകതകളൊക്കെ സാറ് എടുത്തെടുത്ത് പറഞ്ഞു. മറ്റുള്ളവരെ കഴിവുകളെ മനസ്സിലാക്കുന്നു, ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനും വ്യത്യാസങ്ങളെ പ്രയോജനപ്പെടുന്നു, അജണ്ട ഇല്ലാതെ മറ്റുള്ളവർക്ക് സമയം കണ്ടെത്താൻ സാധിക്കുക, ഫെലോഷിപ്പ് കൂട്ടുക, ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, എല്ലാം ഇന്ന് വളരെ അത്യാവശ്യമുള്ള ഇന്നത്തെ കാലത്ത് അല്ലെ. മനുഷ്യൻ പൊതുവെ സെൽഫിഷാന്ന് പറയുന്ന ഈ ലോകത്ത് അവിടെ തന്നെ മനുഷ്യന് പലപ്പോഴും ഒത്തുപോകാൻ പറ്റാത്ത അവസരങ്ങളുണ്ട്. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്നു. ഇതെല്ലാം ഈ ഫെലോഷിപ്പിന്റെയും ഒക്കെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം മനുഷ്യന് സാമാന്യബോധത്തോടെ ജീവിച്ചാല് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് അറിയുക, ചെയ്യേണ്ട രീതി ചെയ്യുക, അങ്ങനെ ചെയ്തു പോയാൽ മറ്റുള്ളവനെ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും നമുക്കറിയാം. ഇപ്പൊ ഒരു 2 ചോദ്യങ്ങൾ വെച്ച് ഇപ്പം ചെറിയ ഉദാഹരണം, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഫാമിലി മീറ്റിംഗ് നടന്നപ്പം പ്രസിഡന്റ് സെക്രട്ടറിയും തമ്മിൽ ചെറിയ ക്ലാഷ്. പ്രസിഡന്റ് സെക്രട്ടറിയും ക്ലാഷ് ഇല്ലാതെ മുമ്പോട്ട് പോകേണ്ടതാണ്. അപ്പം ബാക്കി വന്ന കുറച്ചു പേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തുടരുവാണ്. ഏകദേശം 1 മണിക്കൂറോളം നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ക്ലാഷ് പോയി. അപ്പൊ എന്നെ പറ്റുന്ന രീതിക്ക് ഞാനത് ഇടപെട്ട് അത് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ജോഷി സാർ പറഞ്ഞതിന് ചോദ്യത്തിന് ഉത്തരവായിട്ട്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു ജോഷി സാർ, താങ്ക് യു സാബു സാർ, താങ്ക് യു. ഷാജി സാറ് ഇച്ചിരി കൂടി കാര്യങ്ങൾ, അതായത് സ്കൂൾ ജീവിതത്തില് ശരിക്കും പറഞ്ഞാൽ വളരെ ഭിന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും മറ്റ് പലതരത്തിലുള്ള ഭിന്നത ഉള്ള കുട്ടികളെ ഒന്നിച്ച് മേയിച്ചുകൊണ്ട് പോയ ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളാണ്, റിട്ടയർ ചെയ്തു. സാറിന്റെ ജീവിതത്തിലെ ഈ സമന്വയത്തിന്റെ പാത ഉണ്ടാക്കാൻ സാധിച്ച ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഈ ബഹുസ്വരത വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് തോന്നിപ്പിച്ചു, എന്നാൽ അവിടെ വളരെ വിദഗ്ധമായി ഇടപെട്ടതിനെല്ലാം പരിഹരിച്ച് നന്മയിലേക്ക് അങ്ങനത്തെ എന്തെങ്കിലും പറയാവുന്നതുണ്ടെങ്കിൽ ഒരുപക്ഷെ ആളുകൾക്ക് അത് വളരെ കൗതുകകരമായിരിക്കും, നല്ലൊരു ഇൻഫർമേഷനുമായിരിക്കും. അങ്ങനെ ഒത്തിരി ഉണ്ട്. എന്നാലും സാറേ, ഞാൻ എപ്പോഴും ഈ കുട്ടികളുടെ ഭാഗത്താണ് നിന്നിരുന്നത്. പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അധ്യാപകരൊക്കെ ആണെങ്കിലും ചിലപ്പം അതൊരു അധ്യാപകർ ഓരോരുത്തരും ഓരോ ഇൻട്രസ്റ്റോട് കൂടിയൊക്കെ പ്രവർത്തിക്കുമ്പം അധ്യാപകരൊക്കെ കുഴപ്പമില്ല. എന്നാലും പഴയ അധ്യാപകരാണ് കൂടുതൽ നല്ലതെന്നാണ് എൻ്റെ ഒരു ചിന്ത. പുതിയ അധ്യാപകര് മോശമെന്നല്ല, പക്ഷെ പഴയ അധ്യാപകരാണ് ഇച്ചിരൂടെ എനിക്കൊരു തോന്നുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പം പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരു പ്രാവശ്യം ഒരു കുട്ടിയെ അധ്യാപകൻ ഒരു കോപ്പി അടിച്ച് പിടിച്ച് അവനെ അവമാനിക്കുന്ന രീതിയൊക്കെ വന്നപ്പോൾ, അപ്പം അധ്യാപകൻ ഒരു മാനേജ്മെന്റിന്റെ ആളുമാണ്, ചർച്ച് റിലേറ്റഡ് ഒരു പ്രീസ്റ്റിന്റെ നേർ സഹോദരനാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ കുട്ടിയുടെ ഫാദർ ഒരു നോട്ടറിയാണ്, അമ്മ ടീച്ചറാണ്. അങ്ങനെയൊക്കെ വന്നപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, അപ്പൊ എനിക്ക് ജെനുവിനാന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഈ കുട്ടിയുടെ സൈഡിൽ നിന്ന് അത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. എന്തായാലും അപ്പം ഈ പർട്ടിക്കുലർ അധ്യാപകന് വളരെ ചർച്ചയുമായിട്ടും എല്ലാം ബന്ധപ്പെട്ടതായതുകൊണ്ട് എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ വളരെയധികം അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ നിലപാട് മാറ്റിയില്ല. അപ്പം ആ സ്കൂളിൽ തന്നെ, തീക്കോയ് സ്കൂളാണ്, ആ സ്കൂളിൽ തന്നെ അങ്ങനെ വന്നപ്പോഴത്തേക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും ആ വർഷം എനിക്ക് 100% വിജയം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെ ചരിത്രത്തിൽ ഇതുവരെ കിട്ടിയിട്ടുമില്ല, ഇനി അവിടെ കിട്ടാനും പോകുന്നില്ല. കാരണം ഹയർ സെക്കൻഡറി ആണ്, 10ാം ക്ലാസ് അല്ല. 10ാം ക്ലാസ്സിലൊക്കെ ഞങ്ങളുടെ മാനേജ്മെന്റ് മൊത്തം ഈ കൊല്ലം 45 സ്കൂളുകളിൽ 100%. അത് ദൈവാനുഗ്രഹത്തിന്റെ വേറൊരു കാര്യം. അപ്പൊ ഹയർ സെക്കൻഡറി അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ആ വർഷം ഉണ്ടാക്കാൻ സാധിച്ചു. അവസാനം ഈ മാനേജ്മെന്റിന്, കോർപ്പറേറ്റ് മാനേജർക്ക് ഈ അധ്യാപകന് മെമ്മോ കൊടുക്കേണ്ട വരെ വന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായെന്ന് മാത്രം ഞാൻ ചുരുക്കം പറഞ്ഞത്. മറ്റുള്ളവരുടെ സമയം അധികം അപകരിക്കുന്നില്ല. ഓക്കെ സാറേ, താങ്ക് യു. ഓക്കെ സാർ, പറയൂ. ജോഷി സാർ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം, എന്നാൽ ഈ ലോകത്തിന് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യവും
ആ വിഷയമാണ് എടുത്തിട്ടത്. ഞാൻ കൂട്ടിച്ചേർക്കുന്നത് ഐക്യമത്യ മഹാബലി. ഇത് എത്രയോ കാലം മുമ്പ് നമ്മുടെ മുൻപിൽ കയറി വന്ന ഒരു തത്വമാണ്. ഒരു ചുള്ളിക്കമ്പ് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു ചെറിയ കുട്ടിക്ക് പോലും ചവിട്ടി ഓടിക്കാം. പക്ഷെ ആ ചുള്ളിക്കമ്പുകളുടെ ഒരു കൂട്ടം ഒരു കെട്ടായി നിന്നാൽ ഒരു കുട്ടിയല്ല വലിയാളി ചവിട്ടിയാൽ പോലും അത് പൊട്ടില്ല എന്ന ആ ഒരു സത്യം നാം ഇന്ന് മറന്നുപോയോ എന്നൊരു സംശയം. എവിടെയൊക്കെയാണോ ഐക്യം ആവശ്യമുള്ളത് അവിടെ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടുവരുന്നത്. ഐക്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തേ പറ്റൂ. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ ഐക്യം സംജാതമാകാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. കാര്യത്തിന്റെ ശരികൾ എന്തെന്ന് കൂട്ടം കൂടിയവർ ഒന്നിച്ചു മനസ്സിലാക്കി ഒരേ ചരടിലൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഐക്യമുണ്ടാക്കാം. ഒരു സംശയമില്ല കാര്യത്തിൽ. ഈ ഐക്യത്തിന്റെ ഈ ലക്ഷണങ്ങള് അല്ലെങ്കിൽ ഈ താളങ്ങള് വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. വീട്ടിൽ അച്ഛനും അമ്മയും 2 ധ്രുവങ്ങളിൽ നിന്ന് മക്കളോട് ഐക്യത്തോടെ പോകാൻ പറഞ്ഞാൽ അത് പോവില്ല. അവർ കണ്ടുപഠിച്ചത് ഈ ഐക്യമില്ലായ്മയാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തിന് ഐക്യധാരണ ഉണ്ടാവണമെങ്കിൽ കുടുംബം തുടക്കത്തിൽ തന്നെ മക്കൾക്ക് ഐക്യം എന്താണെന്നും അതിന്റെ ഗുണഫലം എന്താണെന്നും ഒക്കെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട മാതാപിതാക്കൾ ഉണ്ടാവണം. അധ്യാപകരുടെ കാര്യം പറഞ്ഞു. മുമ്പ് ഗുരുകുല സമ്പ്രദായത്തിൽ നിന്നും മാറി സ്കൂൾ തലങ്ങളിലേക്ക് പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങി വന്നപ്പോഴും അധ്യാപകൻ അധികാരിയായിരുന്നു. അധ്യാപകൻ പറഞ്ഞ വാക്കിനെ തട്ടിക്കളയാൻ സമൂഹം സമ്മതിക്കില്ലായിരുന്നു. ഇന്ന് നിയമമാണ് കൊണ്ടുവന്നത്. അധ്യാപകന് 0, കുട്ടികൾക്ക് മാർക്ക് 100. ഒരു കുട്ടിയെ അധ്യാപകൻ അവൻ തെറ്റ് ചെയ്തിട്ട് ശിക്ഷിച്ചാൽ അധ്യാപകൻ ജയിലിൽ പോകുന്ന അവസ്ഥയാണ്. കാരണം നിയമം അങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ കുട്ടിക്ക് എന്തും ചെയ്യാം. അധ്യാപകന് നോക്കി നിൽക്കാനോ മാറി നിൽക്കാനേ കഴിയുകയുള്ളൂ. അവിടെ എവിടെയാണ് ഐക്യം ഉണ്ടാവുക? അപ്പോൾ ഐക്യത്തിന് വേണ്ടിയാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും സത്യം, ആ ഒരു മഹാസത്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. സത്യം വിട്ടു മാറുകയില്ല എന്ന് ഉറപ്പിക്കണം. അങ്ങനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഐക്യമുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജോഷി സാർ, ഓക്കെ, നന്നായിരുന്നു, ക്ലാസ് നന്നായിരുന്നു. ഗോകുമാർ സാർ. നമസ്കാരം. എനിക്ക് പറയാനുള്ള ഉലകനാൻ സാർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആദ്യം ഞാൻ പറയുന്നു. ഐക്യമത്വം മഹാബലം എന്ന് പറയുന്നു. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഈ മതത്തിന്റെ വ്യക്തിയെ ഏതെങ്കിലും അംഗീകരിക്കാനും ബഹുമാനിക്കാനും നമ്മൾ തയ്യാറായ ഒരു പ്രശ്നവുമില്ല. ബഹുമാനിച്ചുകൊണ്ട് ഐക്യത്തോട് പോയാൽ വളരെ സന്തോഷകരമായി ജീവിക്കാം. അതിന് പറ്റിയ ഒരു അവസരമാണ് സാർ ഇട്ട് തന്നത്. അത് നല്ല ക്ലാസ് ആയിരുന്നു. വളരെ ചിന്തോദീപകമായിരുന്നു. പാട്ടിന് ഞാൻ കൂടെ കൂടി. പാട്ട് നല്ല പാട്ടായിരുന്നു. നല്ല കാര്യം. നന്ദി, നമസ്കാരം. എത്ര പറയുന്നുണ്ട്. ഓക്കെ ജോർജ് സാർ. താങ്ക് യു സാർ. ജോഷി സാറെ പതിവ് പോലെ സാറിന്റെ തനതായ ശൈലിയിൽ അറിവിന്റെ ശ്രീഭണ്ഡാരം തുറന്ന് ഇങ്ങോട്ട് വിട്ടു. ഒത്തിരി സന്തോഷം. വളരെ ശരിയായ കാര്യങ്ങൾ തന്നെ പറഞ്ഞു. വൈരുദ്ധ്യങ്ങളുടെ കാര്യം ദാ ഇവിടെ തുടങ്ങാം. ഈ 5 പേരിൽ എൻ്റെതാണ്. എൻ്റെ ഒരു കയ്യിലാണ്, പക്ഷെ 5 5 വൈരുദ്ധ്യം അവിടെയുണ്ട്. കുടുംബാംഗങ്ങൾ എല്ലാവരും ഓരോരുത്തരും വ്യത്യസ്തരാണ്. വൈരുദ്ധ്യം അവിടെയുണ്ട്. അതെ, വൈരുദ്ധ്യങ്ങളുടെ സമന്വയം അതാണല്ലോ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ പാരമ്പര്യം, ഭാരതത്തിന്റെ പാരമ്പര്യം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തെല്ലാം കാര്യങ്ങളുടെ വൈരുദ്ധ്യം സാർ ഒത്തിരി എന്നെ കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നുണ്ട്. വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിയ അറിവ് തന്നെ സാറ് പറഞ്ഞു തന്നു. നമ്മുടെ രാജ്യത്തുള്ളത്, ലോകത്തുള്ളത്, ഭാഷകളെക്കുറിച്ച്, സംസ്കാരങ്ങളെക്കുറിച്ച്, മതങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച്, ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച്, അങ്ങനെ വളരെ വിശാലമായ ഒരു അറിവിൻ്റെ പെട്ടി തന്നെയാണ് തുറന്നത്. പിന്നെ സാറേ, ഈ സോഷ്യോളജിയിൽ എത്നോ സെൻട്രിസം, അത് ഐക്യത്തിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മറുവശവും കൂടിയുണ്ട്. അതിതീവ്രവാദത്തിൻ്റെ പ്രേരണ എത്നോ സെൻട്രിസം ആണ്.
അതായത് അത് പ്രത്യേകിച്ച് ഇങ്ങനെ പറയും, മതവിശ്വാസം അതിൽ എത്നോസെൻട്രിസത്തിൽ നിൽക്കുന്ന വിശ്വാസികളെല്ലാം പറയുന്നത് എൻ്റെ വിശ്വാസം മാത്രമാണ് ശരി. അത് രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും എൻ്റെ വിശ്വാസം മാത്രമാണ് ശരി, ബാക്കിയുള്ളതെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ്. ലോകം മുഴുവൻ ഞങ്ങളുടെ പിറകെ വരണം, അല്ലെങ്കിൽ അവരെല്ലാം എതിർക്കപ്പെടണം, അല്ലെങ്കിൽ എതിർക്കണം, തകർക്കണം. അത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതാണ് അവൻ്റെ ഡ്യൂട്ടി എന്നുള്ള നിലയിലേക്ക് വരെ ഇഞ്ചക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എത്നോസെൻട്രിസത്തിൽ അങ്ങനെ 2 എക്സ്ട്രീമോടെ ഉണ്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് സോഷ്യോളജിയിൽ. അതുകൂടെ പറഞ്ഞ് നിർത്തുന്നു. എന്തായാലും സാറേ, ഒത്തിരി ചിന്തിക്കാനുള്ള വഴികൾ ഇട്ട് തന്നിരിക്കുക, വഴിമരുന്ന് ഇങ്ങനെ ഇട്ട് തന്നിരിക്കുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ. പ്രത്യേകം അഭിനന്ദനങ്ങൾ ജോഷി സാറിന്. സബ് സാർ, ഓക്കെ, താങ്ക് യു സാർ. ഓവർ ടു യു. താങ്ക് യു സാർ. താങ്ക് യു. അബ്ദുറഹീം സാർ, റോയ് സാർ. യെസ്, സാറ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന ഒരു തത്വം ചിന്താഗതിയാണ് ഇവിടെ പ്രതിപാദിച്ചത്. അതിൽ 2 ചോദ്യം ചോദിച്ചതില് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തില് എനിക്ക് ഓർമ്മ വന്നത്, ഒരു 10-15 വർഷം മുമ്പ് ഒരു ഗ്രാമത്തില് ആ മൈക്കിനോട് ചേർന്നിരുന്ന് പറയാമോ? സൗണ്ട്. ഓക്കെ. ഒരു 10-15 വർഷം മുമ്പ് ഒരു കുട്ടി, ഗ്രാമത്തിലുള്ള ഒരു കുട്ടി ഒരു കുഴൽ കിണറിൽ വീണു. ഒരു പഴയ കുഴൽ കിണർ, തുറന്നിട്ടൊരു കുഴൽ കിണറായിരുന്നു, ഉപേക്ഷിച്ച് പോയ കുഴൽ കിണറിൽ വീണു. ഒരു 3-4 വയസ്സായ ഒരു കുട്ടിയായിരുന്നു. അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാരലായിട്ട് ഒരു കുഴൽ കിണർ കുഴിച്ച് ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയി നടന്നു. ആ സമയത്ത് പള്ളികളിലും അമ്പലങ്ങളിലും ഗുരുദ്വാരകളിലും ചർച്ചിലും ഉള്ള പണ്ഡിതന്മാരും ഇന്ത്യയിലുള്ള ഒരുവിധ ആളുകൾ മുഴുവനും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു അത് ആ സമയത്ത്. കാരണം ഈ നാനാത്വത്തിൽ ഏകത്വം ആളുകള് ഏത് മതക്കാരായാലും ആ കുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നത് ടിവിയിൽ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അതാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചത്. അപ്പൊ അത് അങ്ങനത്തെ ഒരു എനിക്ക് മനസ്സിലായി, ജനങ്ങളെല്ലാവരും മതം നോക്കാതെ എല്ലാവരും ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നുള്ള ഒരു അനുഭവം ഞാൻ കണ്ടു. 2ാമത്തെ ചോദ്യത്തിന് ഉത്തരം, നമ്മൾ പല ഓണാഘോഷം, അതേമാതിരി റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും മതങ്ങളൊക്കെ മറന്ന് ആ തിരങ്കൾക്ക് സൊല്യൂട്ട് എടുത്തുകൊണ്ട് ജനഗണമന ചെല്ലുമ്പോൾ രോമാഞ്ചം എടുക്കും എല്ലാവർക്കും. അത് ഏത് മതക്കാരാണെങ്കിലും അവർ ആ പ്രത്യേകതയിൽ അറ്റൻഷൻ ആയിട്ട് ആ ജനഗണമന ചെല്ലുമ്പോൾ, ദേശീയ ഗാനം ചെല്ലുമ്പോൾ രോമാഞ്ചത്തോടു കൂടി വളരെ അതിന് ഭക്തിപൂർവം കണ്ടുകൊണ്ട് ആദരിക്കുന്ന അങ്ങനത്തെ സെലിബ്രേഷൻസ് ഒരു യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള തീർച്ചയായിട്ടും അത് അങ്ങനത്തെ സെലിബ്രേഷൻസ് നമ്മളെ യൂണിറ്റി നിലനിർത്താൻ സഹായിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു. റോയ് സാർ. ജോഷി സാറിന്റെ ഇന്നത്തെ വിഷയം സാധാരണ ഒരു വിഷയമാണെങ്കിലും സാറ് ചിന്തിക്കാൻ ഒത്തിരി അവസരം തന്നപ്പോൾ തൻ്റെ അനുഭവങ്ങളിലൂടെയും പല കാര്യങ്ങളിലൂടെയും ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ഒരാകത്തുക പിടികിട്ടുന്നത്. വ്യത്യസ്തമായ ഈ വ്യത്യസ്തത തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതം സുഖകരമാക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്തും വ്യത്യസ്തമാണ് ആൾക്കാർ, വ്യക്തികൾ തമ്മിൽ വ്യത്യസ്തമാണ്. പക്ഷെ ഈ വ്യത്യസ്തത തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് പോയാലല്ലാതെ അത് വിജയത്തിലാവുകയും. അപ്പോ ഈ വ്യത്യസ്തതകൾ ഉള്ളപ്പോൾ അതിനെ എങ്ങനെ സമന്വയത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനുള്ള ചില കാര്യങ്ങൾ ഈ വ്യത്യസ്തതയിൽ നിന്ന് സാർ പറഞ്ഞു തന്നു. ഒരു 5 കാര്യങ്ങൾ ഞാനത് വളരെയധികം ശ്രദ്ധയോടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതായത് ജിജ്ഞാസയും മറ്റുള്ളവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് നമ്മളിൽ കൂടുതൽ ഇതുണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരു ഭാഗമാണ്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനുള്ള ഒരു ഭാഗം,
അതുപോലെ ഫെലോഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം ഈ വ്യത്യസ്തതയിൽ നിന്നും ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ പൊതു പ്ലാറ്റ്ഫോം. പക്ഷെ ഇതെല്ലാം വരുമ്പോഴും ജോർജ് സാർ സൂചിപ്പിച്ച പോലെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം വന്നു കഴിഞ്ഞ് ഒരു ഐക്യമൊക്കെ വരുമ്പോൾ അത് നമ്മുടെ ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു എൻവി ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാകും. അതും ഇതിന്റെ ഒരു ദോഷമായി ഞാൻ കാണുന്നു. അത് പൊതു പ്ലാറ്റ്ഫോമിൽ രണ്ട് ഗ്രൂപ്പുകൾ വരുമ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ വരും, ആരോഗ്യപരമാണ്. പക്ഷെ അത് തന്നെയല്ല, എതിർ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാനുള്ള താല്പര്യങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ ഈ വ്യത്യസ്തതകൾ മനസ്സിലാക്കാനും ആ വ്യത്യസ്തത കൊണ്ടാണ് ഈ പ്രായോഗിക ജീവിതത്തില് ഈ വിജയങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ സാർ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. അപ്പൊ അതുപോലെ തന്നെ സാർ ഈ പല കാര്യങ്ങളുടെ ഈ വ്യത്യസ്തതകൾ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ ചില ഗൈഡ് ലൈൻസ് സാർ തന്നു. അപ്പോൾ കൂടുതൽ അത് വ്യത്യസ്തതകൾ മനസ്സിലാക്കാനുള്ള ഒരവസരമായിട്ട് വന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവസാനം ഈ വ്യത്യസ്തതകളുടെ നിന്നും വ്യത്യാസം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് തോന്നി. സാറിന്റെ അമ്മയും നന്മയും ഒന്നാണ്, ഞങ്ങളും നിങ്ങളും ഒന്നാണ്, ആരുമില്ലാത്ത ജീവിതത്തിൽ ഒറ്റയല്ല, നിറവും മണവും വ്യത്യസ്തമാണെങ്കിലും പൂ ഒന്നാണ്, പൂവെന്ന് പൂവല്ലാതെ വരുന്നില്ല. ഇതൊക്കെ വളരെ കൂടുതൽ ചിന്തിക്കുന്നതിനും ഉള്ള പ്രകൃതിയിലെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് സാർ അവതരിപ്പിച്ചു, അവസാനിപ്പിച്ചു. വളരെ താല്പര്യം തോന്നുന്ന ഒരു വിഷയമായിരുന്നു അത്. തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച സാറിന് വളരെയധികം അനുമോദനം. താങ്ക് യു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടോ സാറേ? വേണമെങ്കിൽ ചെയ്യാം. നാളെ നമ്മുടെ ജോസഫ് ജോൺ സാർ ഇല്ല. നാളെയോ? വേറെ ആരെങ്കിലും പാട്ട് തന്നെ ഇത് ഒരേ ഇത് തന്നെ അടുപ്പിച്ചു പോകുന്നതിനൊക്കെ നല്ലത്. അതല്ല, പാട്ട് വിശേഷങ്ങൾ എന്നുള്ളത് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ചോദിക്കുമായിരുന്നു സാർ ഇനി ഫ്രീ ആണെങ്കിൽ പാട്ടോട് കൂടി ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ടീച്ചറിനെ ഒന്ന് വിളിച്ചിട്ട്, പുള്ളിക്കാരത്തിക്ക് ഒരുപാട് ഈ വിഷയബന്ധിയായി പാട്ടറിയാം. അതൊന്ന് ക്രമീകരിച്ച് നമ്മുടെ ഗീത ടീച്ചറെ പക്ഷെ അത് അവര് വരത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ ഉടൻ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ പുള്ളിക്ക് വളരെ ഓർമ്മയിൽ നിന്ന് പോലും പറയും. അപ്പൊ അതൊന്ന് ചിട്ടപ്പെടുത്തി പറഞ്ഞാൽ ഒരു നല്ല ലൈവായിട്ട് സാറൊന്ന് ഞാനേതായാലും രാവിലെ ഒന്ന് പറഞ്ഞു നോക്കാം. നമ്പർ ഒന്ന് സാറേ, എനിക്ക് നമ്പർ ഒന്ന് ഇടാവോ? നമ്പർ ഇട്ടേക്കാം. ഓക്കെ, ഇത് രാത്രി തന്നെ പറഞ്ഞേക്കാമെങ്കിലേ ഒന്ന് ചിട്ടപ്പെടുത്തി എടുക്കാമെങ്കില്. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിനെ നന്നായിട്ട് നമുക്ക് ആള് കുറവാണെങ്കിൽ ആളൊരു കുറവ് പ്രശ്നമല്ല. നമ്മള് ചിന്തിക്കുന്ന ആളുകൾ ഇതൊരു മഹാവിഷയം, പുതിയൊരു വിഷയം ബുദ്ധിയിലേക്ക് തന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ഇവിടെ ഉള്ള വിഷയം തന്നെയാണ്, നമ്മളൊക്കെ കേട്ടിട്ടുള്ള വിഷയം തന്നെയാണ്. പക്ഷേ ഈ കാലഘട്ടം വളരെ എന്നെ കുറച്ച് നൊമ്പരപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ വിഷയത്തിലേക്കൊന്ന് ഊന്നാനായിട്ട് തയ്യാറായത്. ഒരു പക്ഷെ നമുക്ക് തൊട്ട് മുമ്പുള്ള അല്ലെങ്കിൽ കുറെ കാലം മുമ്പുള്ള മനുഷ്യരൊക്കെ വലിയ പാണ്ഡിത്യവും പഠനവും ഒന്നും ഇല്ലായിരുന്നെങ്കിലും അവരൊക്കെ ഒന്നിച്ചുകൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ജാതിയും മതവും വർഗവും വർണ്ണവും വിദ്യാഭ്യാസവും കുലവും ഒന്നും നോക്കാതെ ചെയ്തിരുന്ന ഒന്നുണ്ട്. അവിടെ വലിയ പഠനമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ പഠനം ഇഷ്ടം പോലെയുണ്ട്. ധാരാളം യൂണിവേഴ്സിറ്റികളും ഒരുപാട് ഡോക്ടറേറ്റുകളും സെമിനാറുകളും അയൽക്കൂട്ടങ്ങളും എന്ന് വേണ്ട എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും ഒരുപാട് തരം വിഭാഗീയതകളാണ് എമ്പാടും നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഇവിടെ അബ്ദുൾ റഹീം സാറ് ഇടയ്ക്ക് സൂചിപ്പിച്ചതും ജോർജ് സാറ് പറഞ്ഞതും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അബ്ദുൾ റഹീം സാറ് ഓണക്ക ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കൊച്ചു കൊച്ചു ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കൂടെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം അങ്ങനത്തെ അത്തരത്തിലുണ്ടായിരുന്നു പ്രവർത്തിക്കാൻ.
ഇന്ന് അത്തരം വായനശാലയും ക്ലബുകളും ഒക്കെ ഇല്ലാതായി. അത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരവസരവും ഇല്ല. പിന്നെ അതാത് ജാതിക്കാർക്ക് പ്രത്യേകം സ്കൂള് സർക്കാരും അനുവദിച്ചു കൊടുക്കാൻ തുടങ്ങി. ആളുകളെല്ലാം അവിടേക്ക് പോകാൻ തുടങ്ങി. അവിടെ അവരുടെ ലോകം സൃഷ്ടിച്ചു കൊണ്ടുപോകുന്നു. ഏറ്റവും അവസാനം ഈ സമീപകാലത്തൊക്കെ വരുമ്പോ ഈ ഓണാഘോഷം പോലും ജാതി തിരിച്ച് ഓണം ആഘോഷിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അപ്പൊ അവിടെയൊക്കെയാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം അതായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യരുത്. ഇതൊക്കെ പൊതു പ്ലാറ്റ്ഫോമിൽ ചെയ്യപ്പെടാനുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യട്ടെ. നമ്മുടെ വീട്ടിലെ കല്യാണമോ ഫംഗ്ഷനോ ഒക്കെ വെക്കുമ്പോൾ പിന്നെ ടേൺ തിരിച്ചിട്ട് നായന്മാർക്ക് ഈ റോയില് നായന്മാരിരിക്കുക, ഈ റോയിൽ ക്രിസ്ത്യാനി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും വാസ്തവത്തിൽ? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ നമുക്ക് ആ ഒരു വലിയ അതിനൊക്കെ അപ്പുറമായിട്ട് ഒന്നിച്ചിരിക്കാൻ, ഒന്നിച്ച് പോകാൻ ഒക്കെ സാധിക്കട്ടെ. ഞാൻ ആ അർത്ഥത്തിൽ കൂടിയാണ് ഷാജി സാറിനോട് ചോദിച്ചത്. ഷാജി സാർ ഈരാറ്റുപേട്ടയിലും ഒക്കെ പഠിപ്പിക്കുമ്പോൾ വിവിധ ജാതി വിഭാഗങ്ങൾ അവിടെയുണ്ട്. ഒരുപക്ഷെ ക്ലാഷ് ഒക്കെ ഉണ്ടാകാവുന്ന ചില ആളുകളൊക്കെ സങ്കുചിത താല്പര്യക്കാരുണ്ട്. അവിടെയൊക്കെ എങ്ങനെയാണ് മെയ്വഴക്കത്തോടെ ഇടപെട്ടത്? അതിൽ എത്രയൊക്കെ വിജയിക്കുക? അതായിരുന്നു എന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം. ഒക്കെ സാറിൻ്റെതായ തലത്തിൽ ഒരു ഉത്തരം പറഞ്ഞു. ഇതെല്ലാം ഈ സമയത്ത് തന്നെ എല്ലാവർക്കും പറഞ്ഞു വെക്കാനും സാധിക്കില്ല. നമ്മുടെയൊക്കെ മനസ്സിലതായാലും ഇവിടെ ഇരിക്കുന്നവരാരും വർഗീയവാദികളോ പിന്നെ അവരവരുടെ നാടിൻ്റെതായ സങ്കുചിത താല്പര്യക്കാരോ ഒന്നുമല്ല. എന്നാൽ ചില ആളുകളിലൊക്കെ ഉണ്ട്, ഞാൻ കോട്ടയംകാരനാണ്, ഞങ്ങൾ കോട്ടയംകാരാണ്, അല്ലെ ഞങ്ങൾ കേരളക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മലയാളികളാണ്. ചിലരുടെ ചില താല്പര്യങ്ങൾ വളർത്തിയെടുക്കാൻ ഇപ്പത്തെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ ഇവിടെയൊക്കെ ജാതി തിരിച്ചൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥികളെ നിർത്തി. എല്ലാവരും വലിയ സാഹിത്യമൊക്കെ പറയുമെങ്കിലും എല്ലാ വിഭാഗക്കാരും അങ്ങനെയാണ് പോകുന്നത്. അപ്പം നമ്മൾ വളരെ ഉയർന്നു ചിന്തയിലെന്ന് പറയുമ്പോഴും നമ്മൾ സങ്കുചിതക്കാരായി ചിലപ്പോഴെങ്കിലും മാറിപ്പോകാറില്ലേ? അതിനെ നമ്മളായിട്ട് വഴിമരുന്നിടരുത്. അവിടെയാണ് ഞാൻ എത്തിനോസെൻട്രിസം എന്ന വാക്ക് ഉപയോഗിച്ചത്. ജോൺ സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. എത്തിനോസെൻട്രിസത്തിൽ ഈ മതമൗലികവാദം ഉണ്ട്. ഞാനിവിടെ അതിനെ ഉപയോഗിച്ചത് സ്വത്വബോധം എന്നുള്ള അർത്ഥത്തിലേക്കാണ് ഞാൻ അതിനെ കൊണ്ടുവരാൻ പറ്റിയത്. ഈ പറയുന്ന കടുത്ത മത കാര്യങ്ങൾ അനുവർത്തിച്ചോളൂ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം പള്ളിയിൽ പോകുന്നവരോ ബൈബിൾ വായിക്കുന്നവരോ ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇരിക്കുന്നവരെ മേൽ കുതിര കയറാൻ പോകുന്നില്ല. നമ്മുടെ ഇത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരുടെ എല്ലാം കുഴപ്പമെന്ന് പറയുന്നില്ല. നമ്മളിവിടെ ഉള്ളവരെ കാണുകയാണ്, സ്വീകരിക്കണം. ഈ ഒരു ബാലൻസ്ഡ് മൈൻഡ് ആളുകൾ നിലനിർത്തണമെന്ന് പറയാൻ എവിടെങ്കിലുമൊക്കെ അല്ലാത്ത കാര്യങ്ങൾ തലപൊക്കുന്നത് കാണുമ്പോൾ നമ്മളൊന്ന് ഇടപെട്ടിട്ട് നമ്മുടേതായ ഒരു വാക്കെങ്കിലും ഇത് ശരിയല്ല, അതല്ല ശരി എന്ന് പറയാനെങ്കിലും ഈ കൂട്ടായ്മയ്ക്ക് നമ്മുടെ ഒരുമിച്ച് ചേരലിന് സാധിക്കട്ടെ. അപ്പൊ ഇടയ്ക്കൊക്കെ നമ്മൾ ഒന്നിച്ചു കൂടണം. നമ്മള് ഈ ഭിന്ന രീതിയിലുള്ള ആളുകൾ, വിഭാഗത്തിൽപ്പെട്ടവര് ഒരുമിച്ച് കൂടി എന്തോ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് സാറേ പറയുവാണെങ്കിൽ ഇവിടെ എല്ലാ മതങ്ങളും ശക്തമാണ്. അമ്പലം ഈരാറ്റുപേട്ടയുടെ സെൻട്രൽ അമ്പലം പോലെയുണ്ട്. അങ്കാൾവൻ കോവിലുണ്ട്, പിന്നെ മുസ്ലിങ്ങളുടെ ഒത്തിരി പള്ളിയുണ്ട്, ക്രിസ്ത്യൻസിന്റെ വളരെ പ്രസിദ്ധമായ അരുവിത്ര പള്ളിയുണ്ട്. നല്ല യോജിപ്പിലാണ് ഇവിടെ എല്ലാവരും താമസിക്കുന്നത്. വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചില അഭിപ്രായമൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഇപ്പം ചില ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അതർവൈസ് കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പവും കൂടാതെ പോകുന്നു. ഇപ്പൊ കുട്ടികൾ, നമ്മളാണെങ്കിലും ഇപ്പൊ മറ്റ് മതസ്ഥര കുട്ടികളുമാണ് എന്നോടൊക്കെ കൂടുതൽ ഇഷ്ടം. ഇപ്പൊ നല്ല ബന്ധം നിലനിർത്തി. ഇപ്പൊ ഞാൻ 4 വർഷം പ്രിൻസിപ്പലായിട്ട് ഇവിടെ തന്നെ ഇരുന്നു. അപ്പൊ അതിനു മുമ്പത്തെ ഒരു സംഭവമാണ് തീക്കോയില് ഞാൻ പറഞ്ഞത്. അവിടെ 4 വർഷം ഇരുന്നു. അപ്പം സാറിന്റെ ടോപ്പിക്ക് വളരെ റെലവന്റ് ആണ്. നമ്മുടെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഐക്യത്തിലൊക്കെയാണ് കേരളത്തിലെ ആൾക്കാരൊക്കെ പോകുന്നത്. പക്ഷെ ഈ വിഭാഗീയമായിട്ടുള്ള പ്രജുഡിസ്ഡ് ആയിട്ടുള്ള ചില ചിന്തകളൊക്കെ പല ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെ വരുന്നുണ്ട്. കാലം അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് മാറി വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു സാർ. Okay, sir. Thank you very much. Okay, good sir. Once again, thank you so much. Okay, bye. See you.